ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാലൻസ് സെൻസെക്സ് മിഡ് ക്യാപ് പ്ലസ് ക്രൂഡ് ഓയിൽ അനാലിസിസ് ചെയ്യും. അനാലിസിസ് മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ലെവൽസ്, ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, അതാണ് നമ്മുടെ സ്ട്രാറ്റജി. നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ഫസ്റ്റ് നിഫ്റ്റി ബിഗർ ടൈം ഫ്രെയിമിൽ ഓൾറെഡി ഞാൻ നമ്മുടെ ഡിസ്കസ് കഴിഞ്ഞിട്ടുണ്ട്. വാട്ട് വാസ് ദ ഡിസ്കഷൻ എന്തായിരുന്നു പ്രൈസ് എന്തായി, ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല, റൈറ്റ്? ലാസ്റ്റ് വീഡിയോ കണ്ടില്ലെങ്കിൽ കാണണം. 1 2 3 ഇത് 4 ആണെങ്കിൽ 50% ഓർ മാക്സിമം 61.80% അത്രേ പോകാവുള്ളൂ. ഇതിൻ്റെ ബിലോ പോകാൻ പാടില്ല. 50% ആൻഡ് അതിൻ്റെ ബിലോ ഒരു റേഷ്യോ കൂടി ഞാൻ മാർക്ക് ചെയ്യുക, 61.80%. ഓക്കെ, മാക്സ് ടു മാക്സ് റേഷ്യോ ആണ് ഇത്, ശ്രദ്ധിക്കുക. പ്രൈസ് ഇപ്പോൾ എക്സാക്ട്ലി നമ്മുടെ 50% റേഷ്യോ ഉണ്ടല്ലോ, അതിന് നിയർ ഇവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുന്നുണ്ട്. ഓക്കെ, പ്രൈസ് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ 2 ദിവസം വീഡിയോ ഉണ്ടാക്കിയില്ല. കാരണം വെച്ചാൽ റേഞ്ച് ഒന്നാമത് ഇത്ര വലിയ ഹ്യൂജ് റേഞ്ചായി. ഓക്കെ, പിന്നെ സ്ട്രക്ചർ ക്ലിയർ അല്ല. ഞാൻ എന്ത് പറയാനാ, അത്രയ്ക്ക് മോശം മാർക്കറ്റായിരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. കാരണം വെച്ചാൽ റേഞ്ച് അത്രയ്ക്ക് വലുതായില്ല, ഹ്യൂജ് റേഞ്ച് 1000 പോയിൻറ്റ്സ് അബവ് റേഞ്ചായി. സോ ഈസി അല്ല ബ്രേക്ക് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും തരാനൊന്നും ഈസി അല്ല. ഇവിടെ കൺസൾട്ടേഷൻ ആയിരിക്കും. പ്രൈസ് പൊസിഷൻസ് അവർ കട്ട് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഈ സ്ട്രക്ചർ മനസ്സിലാക്കി എടുക്കാം. ഈ സ്ട്രക്ചർ ഞാനിപ്പോൾ റീഡ് ചെയ്യുന്നത് എന്താണ്, ഞാൻ ലാസ്റ്റ് സ്മോൾ ടൈം ഫ്രെയിമിൽ പറയാം. ബിഗർ ടൈം ഫ്രെയിമിൽ എനിക്ക് ഒന്നും പറയാനില്ല. കാരണം വെച്ചാൽ ക്ലിയർ അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. 1 ഇത് 2 ഇത് 3 ഇത് 4 ആണ്. എത്ര വരെ? ഇതുവരെ 4 ആണ്. ഓക്കെ, 61.80 ടച്ച് ചെയ്യാൻ പാടില്ല ശരിക്കും. ഇൻ കേസ് ടച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബിലോ ഒട്ടും പോകാൻ പാടില്ല. ആൻഡ് ഇവിടെ ഇനി കൺസൾട്ടേഷൻ ഉണ്ടാകും. കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ടേ 5th പോവുള്ളൂ. കാരണം വെച്ചാൽ ഇത് പോരാ, അത്യാവശ്യം കൺസൾട്ടേഷൻ ഉണ്ടാവും. എന്നിട്ടേ അത് 5th ട്രയാങ്കിൾ പാറ്റേൺ 333 കറക്ഷൻ എന്തൊക്കെ ഉണ്ടാക്കിയിട്ടേ പിന്നെ മുകളിലേക്ക് പോകുള്ളൂ. ഓൾ ഓവർ ഡിസൈഡ് ചെയ്യുന്നത് ഒന്നാമത്തെ 50% ആണ് ഞാൻ പറയുള്ളൂ. ഇൻ കേസ് റെയർ കേസസ് ആണ് 25,000 to 45. ഇതിൻ്റെ ബിലോ പോയാൽ പിന്നെ ഈ ലോ പിന്നെ സേഫ് അല്ല, റൈറ്റ്? ഈ ലോ സേഫ് അല്ല പിന്നെ. ഓക്കെ, ബിഗർ ടൈം ഫ്രെയിം ഈ ചാനൽ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക. ഇപ്പോൾ സ്മോൾ ടൈം ഫ്രെയിം പ്രൈസ് ഫോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, റൈറ്റ്? ഫോൾ ചെയ്യുന്നത് പ്രൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ പ്രൈസ് ABC ആൻഡ് AB മനസ്സിലാക്കിയെടുക്കുക. ഇത്തിരി കൺഫ്യൂസിങ് ആണ് സ്ട്രക്ചർ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാൻ. കാരണം വെച്ചാൽ നമ്മൾ അത്ര വരെ നമ്മൾ പോയിട്ടില്ല, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല പണ്ടേ. സോ ABC ആയിട്ട് പ്രൈസ് ഇതായി. ഓക്കെ, ഓവറോൾ A ആയി. ABC ആയിട്ട് ABC എപ്പോഴും കഴിഞ്ഞാൽ എന്തായി? A ആയി. ദെൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് ഫുൾ A ആയി. അത് Bയുടെ ബൗൺസ് ആയിരുന്നു. ഇത് ഫുൾ C ആണ്, റൈറ്റ്? ഇത് ഫുൾ C. സിയിൽ 5 മൂവ്സ് ഉണ്ടാകും. അത് കഴിഞ്ഞിട്ടുണ്ട്. 1 2 3 4 5 നമ്മൾ പോയിട്ടുണ്ട്. 5 മൂവ്സ് ഐ തിങ്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ. ആൻഡ് സിയുടെ അകത്ത് ടൈപ്പ് ഓഫ് ഡയഗണൽ പാറ്റേൺ കൂടി ഉണ്ട്, എൻഡിങ് ലൈൻ പാറ്റേൺ കൂടി ഇവിടെ ഉണ്ടാക്കിയായിരുന്നു. ബട്ട് ഒക്കെ പോറാ, ഇത് ക്ലിയർ അല്ല. എനിക്കത് തന്നെ പറയാനുള്ളൂ. സ്മോൾ ടൈം ഫ്രെയിമിൽ ഒത്തിരി കൺഫ്യൂസിങ് സ്ട്രക്ചർ ഉണ്ടാകും. പ്രോപ്പർ ഒന്നും കിട്ടാൻ പോണില്ല, ടൈം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. സ്കാൽപ്പ് ചെറിയ എന്തെങ്കിലും ചെയ്യുക, അല്ലാണ്ട് സെല്ലേഴ്സ് മാർക്കറ്റാണെന്ന് പറയാം. മീൻസ് പ്രീമിയം ഈട്ട് ചെയ്യും പ്രോപ്പർലി. നമുക്കൊന്ന് പൊസിഷൻ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. അതാണ് എനിക്ക് പറയാനുള്ളത് ആസ് പെർ ഓപ്ഷൻ ബയർ. ഓക്കെ, പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ലൈൻ ഇത് നമ്മുടെ ഇത് എടുക്കുക, കോപ്പി ചെയ്യുക, ക്ലോൺ ആൻഡ് ദെൻ ഇവിടെ വെക്കുക. അപ്പോൾ നമുക്ക് ഐഡിയ കിട്ടും. ഇനി അതേ പറയാനുള്ളൂ. അല്ലാണ്ട് ഇവിടുന്ന് C എടുത്തിട്ട് കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. എന്നുവെച്ചാൽ പ്രീമിയം അങ്ങനെ ബിഹേവ് ചെയ്യുന്നില്ല. എക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ ഇത് കോപ്പി ചെയ്ത് ഞാൻ തന്നെ എൻ്റെ ചാർട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഇവിടെ നോക്കിയപ്പോൾ പ്രൈസ് അങ്ങനെ ഇല്ല. പ്രീമിയം ചാർട്ട് ഒന്നുകൂടി മെൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത് ബോട്ടം ഉണ്ടാക്കിയപ്പോൾ പ്രീമിയം ചാർട്ട് ഒന്നുകൂടി മെൽട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതാണ് നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മേലെ കിട്ടത്തില്ല. സെല്ലേഴ്സിൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവ് ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നെങ്കിലും അല്ലാണ്ട്. ഓക്കെ, ബുള്ളിഷ്നെസ് ഇനി ഈ ചാനലിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ടായ ബുള്ളിഷ്നെസ് ആയി. സ്മോൾ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആയി. ബിഗർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ്നെസ് ഇപ്പോൾ ഈസിലി ഒന്നുമില്ല. റെസിസ്റ്റൻസ് നമുക്ക് നോക്കാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഈ ഒരു ലെഗ് പിടിക്കുക ഇങ്ങനെ. ഓക്കെ, സോ ഇനി റെസിസ്റ്റ് 38.20%. ഈ ബൗൺസ് ഐ തിങ്ക് സോ 38.20% ആൻഡ് 50% മാക്സിമമേ പോകാറുള്ളൂ ഈ ബൗൺസ്. അപ്പോൾ ആ ഒരു സിനാരിയോ ഫുള്ള് ഇത് A ആകും, Bയുടെ ബൗൺസ് ആൻഡ് ദെൻ C. ഞാൻ ആസ് പെർ എലിറ്റ് വ്യൂ തിയറി സ്മോൾ ടൈം ഫ്രെയിമിൻ്റെ ബൗൺസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് 1 2 3 4 5 ആയിട്ട്
ഒരു ഈ കറക്ഷൻ നിങ്ങൾ വന്നിട്ടില്ല. ബട്ട് യെസ്, സ്ലോലി വരാം. നിങ്ങളെല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ഇനി ലേണിംഗ് വീഡിയോ ഈ വീക്കെൻഡിൽ ഞാൻ ഷെയർ ചെയ്യാം. വീക്കെൻഡാണ് ഇപ്പോൾ, ഷെയർ ചെയ്യാം. കമൻറ്റ് സെക്ഷനിൽ ലേണിംഗ് വീഡിയോസ് എല്ലാവരും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ കറക്ഷൻ്റെ വേറൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ഡിഫറെൻറ്റ് വീഡിയോ ആയിരിക്കും കറക്ഷൻ. സോ ഇപ്പോൾ ആസ് പെർ കറക്ഷൻ ഞാനിപ്പോൾ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ഫുൾ ഇവിടെ വരെ ബോട്ടം ഔട്ട് എ ആയി. ആൻഡ് ദെൻ ഇപ്പോൾ ബീഡ് ബൗൺസ് ആണ്. ബീഡ് ബൗൺസ് 3 മൂവ്സിൽ 38 പോയിൻറ്റ് ചെയ്ത് 50% മാക്സിമം വരാവുള്ളൂ 3 മൂവ്സിൽ. ഓക്കെ, 3 മൂവ്സിൽ ദാറ്റ് മീൻസ് ഇപ്പോൾ 1 ഇത് 2 ആൻഡ് തേർഡ് ഓൺ ഗോയിങ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം അനാലിസിസ് ആണ്. 38.1 50% മാക്സിമം ഇവിടെ നിന്ന് പിന്നെ റിജക്ഷൻ്റെ താഴേക്ക് വരണം. ഓക്കെ, 50% അബവ് പോയാൽ ദാറ്റ് മീൻസ് എന്തോ കൺഫ്യൂസ് ചെയ്യാണ്. 3 മൂവ്സിലാണ് ഇപ്പോൾ പോകാറ്. തേർഡ് മൂവി ഓൺ ഗോയിങ് ആണ്. ദാറ്റ് മീൻസ് ഈ മൂവിയിൽ തന്നെ പ്രൈസ് മുകളിലേക്ക് 50% നിയർ തന്നെ പോകണം. അത് ഫുൾ എ ആകും. ഇവിടെ റിജക്ഷൻ എടുത്തിട്ട് എവിടെയെങ്കിലും ബി ആകും. ആൻഡ് ദെൻ വീണ്ടും സി ഇവിടെ എവിടെയെങ്കിലും തീരും. സമയം എടുക്കും. അതാണ് ഞാൻ പറയുന്നത്. ഇതിലുള്ളൂ ഐ തിങ്ക് സോ. അങ്ങനെയാണ് ആവേണ്ടത്. 50% അബവ് പോയാൽ ദാറ്റ് മീൻസ് പിന്നെ പ്രൈസ് വേറെ എന്തോ അതിലാണ്. ഓക്കെ, സോ 3 മൂവ്സിലേ പോകാറുള്ളൂ. 1 to തേർഡ് മൂവിൽ 38.0% ഓർ 50%. ഇതിൻ്റെ ഇടയിൽ റിജക്ഷൻ മാക്സിമം 50% ആണ്. സോ റിജക്ഷൻ എടുത്തിട്ട് പ്രൈസ് തിരിച്ച് താഴേക്ക് വരും. ഇവിടെ എവിടെയെങ്കിലും നിർത്തും അവർ. ദാറ്റ് മീൻസ് ഇവിടെ എവിടെയെങ്കിലും നിർത്തും. ആൻഡ് ദെൻ ABC ഫോർത്തിൻ്റെ ABC കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, ഇൻ കേസ് ഈ സി ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് ദാറ്റ് മീൻസ് പിന്നെ പ്രൈസ് ട്രാപ്പ് ചെയ്യും. ഇവിടെ എവിടെയെങ്കിലും കാണിച്ചിട്ട് പിന്നെ ഈ ലോവും സേഫ് ഉണ്ടാവില്ല. ഇത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. 38.0 ഇതിൻ്റെ നമ്മുടെ 61.80% ആണ് റേഷ്യോ. മാക്സിമം റേഷ്യോ ആണ് അത് ഞാൻ പറയുള്ളൂ. ഓർ ഇതിൻ്റെ ഇടയിൽ ഈ രണ്ടിൻ്റെ ഒരു ആവറേജ് പോയിൻ്റ് ആണ്. ആവറേജ് പോയിൻറ്റ് ഈ രണ്ടിൻ്റെ ഡിഫറെൻറ്റ് ഒരു സപ്പോർട്ട്, ജസ്റ്റ് ഒരു ഇൻറ്റേർണൽ സപ്പോർട്ടാണ് 350. അതുകൂടി വെച്ചോളൂ. അത് അപ്കമിങ് ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെ ആ ഒരു റേഷ്യോ വന്നെങ്കിൽ. ഓക്കെ, ഇലക്ട്രിക് ഒരു മസ്റ്റായിട്ട് പഠിച്ചാൽ കുറച്ചുകൂടി ഗുണമുണ്ടാവും. ക്ലിയർ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും എന്താണ് ചാർട്ട്, ഇങ്ങനെയൊക്കെ ചാർട്ടിൻ്റെ ബിഹേവിയർ. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ രണ്ട് ദിവസം വീഡിയോ ഉണ്ടാക്കിയില്ല. പ്രോപ്പർ ഒന്നാമത്തെ ബിസി ആയിരുന്നു കുറച്ച്. പ്ലസ് നമുക്ക് പറയാനില്ല, അതായത് അറിയാം എന്തായാലും മൂവ് തരാൻ പോകണില്ല. എത്ര വലിയ 1000 പോയിൻറ്റ്സിൻ്റെ ഒരു റേലി, 200 പോയിൻറ്റ്സ് സംതിങ് ഒരു റേലി സിംഗിൾ ഡേയിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബുക്കിംഗ് ആ സൈഡ് വേസ് ആക്കും. അത്രേ ഉള്ളൂ. ബുക്കിംഗ് ഓൾറെഡി അവർ കഴിഞ്ഞു. ഇതിന് ഇത് കണ്ട 600 പോയിൻറ്റ്സ് പോകണം. സോ ഇത് സൈഡ് വേസ് തന്നെ ആക്കും. അതാണ് സ്കാൽപ്പ് റെയർലി സ്കാൽപ്പ് കിട്ടുള്ളൂ. കാരണം പ്രീമിയം അത്ര ഹൈയാണ്. ഓക്കെ, സോ സമയം കളയണ്ട. എനിക്ക് അതിൻ്റെ പറയാനുള്ളതാണ്. സ്റ്റോക്സ് എല്ലാം നോക്കുകയാണെങ്കിൽ നോക്കുക, ഏത് വേണമെങ്കിലും എടുക്കാം, ഏത് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇനി ക്രൂഡ് ഓയിൽ അനാലിസിസ് കിടക്കാം. ബിഗർ ടൈം ഫ്രെയിം അനാലിസിസ് ഐ ഹോപ്പ് സോ ക്ലിയർ ആയിട്ടുണ്ടാവും. ക്രൂഡ് ഓയിൽ ഇത് ഞാൻ അന്നേ വരച്ച ഒരു ട്രെൻഡ് ലൈനാണ്. ഇതുപോലെ തന്നെ പ്രൈസ് ഇതിനകത്തുണ്ട്. സ്റ്റിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ക്രൂഡ് ഓയിൽ ഞാനിപ്പോൾ കാണുന്നത് ഐ തിങ്ക് ട്രയാങ്കിൾ പാറ്റേൺ ഇവിടെ ഉണ്ടാക്കാനുള്ള ഇത് കണ്ട നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്താൽ ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് ക്രൂഡ് ഓയിലിന് കാണുന്നുണ്ട്. സോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ക്രൂഡ് ഓയിൽ നമുക്ക് നോക്കാം. സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക. സ്മോൾ ടൈം ഫ്രെയിമിൽ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ പ്രൈസ് ഇപ്പോൾ വീണ്ടും താഴേക്ക് വരേണ്ടതാണ്. ക്രൂഡ് ഓയിൽ ഇവിടെ എവിടെയെങ്കിലും വന്നിട്ട് പിന്നെ നമുക്ക് നോക്കാം. ക്രൂഡ് ഓയിൽ മേ ബി ഇതിങ്ങനത്തെ ഇത് പറയാനുള്ള ക്രൂഡ് ഓയിൽ കാണുന്ന സ്മോൾ ടൈം ഫ്രെയിമിൽ. സോ ചാൻസസ് ഉണ്ട് ക്രൂഡ് ഓയിൽ റെസിസ്റ്റൻസ് എടുത്താലേ ഇവിടെ നിന്ന് താഴേക്ക് തന്നെ വരും. ഇത് ഞാൻ ബ്രേക്ക് ചെയ്യുക, നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് കൺസൾട്ടേഷൻ ട്രയാങ്കിൾ ആൻഡ് ദെൻ ട്രയാങ്കിളിൻ്റെ ബ്രേക്ക് ഔട്ട് വരികയാണെങ്കിൽ വെരി ഗുഡ്, അടിപൊളി മൂവ് നമുക്ക് അപ്പ് സൈഡ് പിന്നെ അതിനകത്ത് കിട്ടും. ഞാനീ ക്രൂഡ് ഓയിൽ റീഡ് ചെയ്യുന്നത് ഇങ്ങനെ AB ഫുൾ C ABCDES ഒരു മൂവ്, ഒരു ലാസ്റ്റ് ഫോൾ കൂടി താഴേക്ക് വന്ന വെരി ഗുഡ്. അത് ഈ ട്രെൻഡ് ലൈൻ പ്രോപ്പർ വെക്കേണ്ടി വരും. ഐ ഫീൽ സോ. യെസ്, അങ്ങനെ ആയിരിക്കുള്ളൂ. ദാറ്റ് മീൻസ് താഴേക്ക് വന്ന് പിന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ നല്ല ബ്ലാസ്റ്റിക് മൂവ് നമുക്ക് കിട്ടും. പ്രോപ്പർലി ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യും. ട്രയാങ്കിൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല. ABC ഇത് D ആൻഡ് Eയുടെ ഒരു മൂവ് താഴെ കൂടി വരണം. വന്നിട്ട് പിന്നെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ ദെൻ ട്രയാങ്കിൾ പ്രോപ്പർലി കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ എല്ലാവരും കൂടി. ക്രൂഡ് ഓയിലും റെസിസ്റ്റൻസ് ഇപ്പോൾ വേണമെങ്കിൽ നമുക്കിപ്പോൾ തന്നെ സ്മോൾ ടൈം ഫ്രെയിം റെസിസ്റ്റൻസ് ഇതിൻ്റെ ഹൈ തന്നെ റെസിസ്റ്റൻസ് വെച്ചോളൂ. ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ പിന്നെ ട്രയാങ്കിൾ അല്ല നോർമൽ അതിലേക്ക് പ്രൈസ് പിന്നെ എൻറ്റേർഡ് ആകും കേട്ടോ. ദാറ്റ് മീൻസ് അപ്പോൾ ആ ഒരു സിനാരിയോയിൽ എന്ത് ചെയ്യും, ഇത് ABC ആയി. എന്തിന് ഇത് ടോട്ടൽ ഡയറക്റ്റ്ലി ബ്രേക്ക് ഔട്ട് മോഡിലേക്ക് പോകാൻ തുടങ്ങിയാൽ, ഇൻ കേസ് ഡയറക്റ്റ്ലി പ്രൈസ് മോഡിലേക്ക് പോവുകയാണെങ്കിൽ
ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി തുടങ്ങി. ദാറ്റ് മീൻസ് ഇത് AI, ഇത് ഫുൾ BI ആൻഡ് സിയുടെ 5 മൂവ്സിൽ പ്രൈസ് ഇവിടുന്ന് ഈ സ്മോൾ ടൈം ഫ്രെയിൻ്റെ ഇവിടുന്ന് കൗണ്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഇവിടുന്ന് ഓക്കെ, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് 5 അങ്ങനെ ആയിട്ട് മുകളിലേക്ക് പോയാൽ മതി. ഓക്കെ, ബെസ്റ്റ് എന്താണ് ഇതിൻ്റെ അകത്ത് ട്രയാങ്കിൾ കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ചെയ്താൽ താഴേക്ക് വന്നിട്ട് തിരിച്ചു മുകളിലേക്കണം. അതാണ് ബെസ്റ്റ് ക്രൂഡ് ഓയിൽ. ഓക്കെ, ബെനിഫിറ്റ് പോകാം. എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. ലേണിംഗ് വീഡിയോസിൻ്റെ മസ്റ്റായിട്ട് ലൈക്കും ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യാൻ മറക്കണ്ട. നമുക്ക് എക്സ്പ്ലനേഷൻ വീണ്ടും തരാം കേട്ടോ. ബെനിഫിറ്റ് ഓൾറെഡി മാർക്കറ്റാണ്. ഇത്ര എല്ലാവരും കൂടി ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ഇച്ചിരി ട്രാപ്പിംഗ് ആണ് മാർക്കറ്റ്. ഈസി മൂവ് ഒന്നും തരാൻ പോണില്ല. ഇതിൻ്റെ ഇത് എടുക്കുക, ക്ലോൺ എടുക്കുക ആൻഡ് മുകളിൽ കൊണ്ടുപോയി അങ്ങനെ വെച്ചാൽ നമുക്ക് ഐഡിയ കിട്ടും. ഓക്കെ, ഇതാണ് എലിറ്റ് ഫ്യൂച്ചർ. ഇപ്പോൾ എലിറ്റ് ഫ്യൂച്ചർ മസ്റ്റായിട്ട് പഠിക്കുക എല്ലാവരും കൂടി. ഇതിൻ്റെ ബൗൺസ് ഇപ്പോൾ സ്റ്റാർട്ട് ആവുള്ളൂ. യെസ്, ഇത് ഈ സ്ട്രക്ചർ ABC ആണ്. 3 മൂവ്സിലാണ് താഴെ വന്നത്. സോ ഇത് മേ ബി ഇതിൻ്റെ ബൗൺസ് ഇനിയിപ്പോൾ വരികയാണെങ്കിൽ ഇതിൻ്റെ ബൗൺസ് മേ ബി ഈ അതായത് പറഞ്ഞത് ഇത് 3 മൂവ്സിലാണ് പോകുന്നതല്ല, മറ്റേത് 5 മൂവ്സിലാണ്. സോ ഇതിൻ്റെ ബൗൺസ് മേ ബി കൂടുതൽ വരാൻ ചാൻസ് 38 50 61.80% മാക്സിമം അത്ര പോയിൻറ്റ്സ് ബൗൺസ് ഇതിൻ്റെ വരാൻ ചാൻസസ് ആണ്. ഇത് 5 മൂവ്സിൽ പോകാം. കറക്ഷൻസ് നമുക്ക് പഠിക്കാം, അപ്കമിങ് ടൈമിൽ പഠിക്കാം കേട്ടോ. കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചാൽ അത്രയ്ക്ക് നല്ലതാണ്. കറക്ഷൻസ് ഞാൻ തന്നെ പറയുള്ളൂ. കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ബെറ്ററാണ്, നമുക്ക് കൂടുതൽ പഠിക്കുന്നതാണ് നല്ലത്. ഡയറക്റ്റ്ലി മൂവ് കിട്ടത്തില്ല, കൺസൾട്ടേഷൻ സ്ലോ മൂവ് ആയിരിക്കുള്ളൂ. ഇതിൻ്റെ നിഫ്റ്റിയിൽ ഷാർപ്പ് ആവാം, ഇതിൽ സ്ലോ ആവാം. കറക്ഷൻസ് അങ്ങനെയാണ് പറയുന്നത്. സോ കറക്റ്റില്ല. ഓക്കെ, സെൻസെക്സ് പോകാം. സെൻസെക്സ് യെസ് 1 2 3 4 ഇത് നിഫ്റ്റിയിൽ പോലെ തന്നെയാണല്ലോ. നമുക്ക് ഇതിനകത്തൊന്നും പറയാനൊന്നുമില്ല. നിഫ്റ്റിയിൽ തന്നെയാണ്, നിഫ്റ്റിയിൽ പോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഇത്. ഓക്കെ, ക്ലോൺ എടുക്കുക ആൻഡ് ഇത് ഇവിടെ വെച്ചാൽ ഇത് ടച്ച് ചെയ്തിട്ടില്ലല്ലോ. സെൻസെക്സ് 1 2 3 4 ആൻഡ് 5 അങ്ങനെ വന്നേക്കാനാണ്. സെൻസെക്സ് ആൻഡ് നിഫ്റ്റിയുടെ ഇപ്പോൾ ഇത്തിരി ബിഹേവിയർ ഡിഫറെൻ്റാണ്. ഇങ്ങനെ ഇപ്പോൾ ഞാൻ വെച്ച പോലെ ചാർട്ട് ഇങ്ങനെ വെക്കുക, പ്ലേ ചെയ്യുക കേട്ടോ. 38.20% മാക്സിമം 50%. ഓക്കെ, അവിടുന്ന് റിജക്ഷൻ എടുത്ത് താഴേക്ക് വന്ന സീഡ് ഫോൾ നമുക്ക് കിട്ടും. ഓക്കെ, സീഡ് ഫോൾ എത്ര വരെ? മാക്സിമം ഞാൻ 61.80% വരെ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ ഫുൾ ഇതിൻ്റെ. കാരണം വെച്ചാൽ 61.80% പിന്നെ സപ്പോർട്ട് ഏരിയ ആകും. ആ 61.80% ബ്രേക്ക് ചെയ്താൽ എന്നിട്ടാണ് പിന്നെ നമുക്ക് നോക്കാം. പിന്നെയാണ് വീക്ക്നെസ് ബിഗർ ടൈം ഫ്രെയിം തുടങ്ങുന്നത്. ബട്ട് ഡയറക്റ്റ്ലി ഫോൾ വരെയില്ല, മനസ്സിലാക്കുക. ട്രാപ്പ് ചെയ്തിട്ട് ഇവർ എന്തെങ്കിലും തരുള്ളൂ. ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ABC ബ്രേക്ക് ഡൗൺ വരും, പിന്നെ ചിലപ്പോൾ മുകളിലേക്ക് ബൗൺസ് കൊണ്ടുപോകും, പിന്നെ ആയിരിക്കും ഫോൾ. സമയമുണ്ട്, എല്ലാത്തിനും സമയം എടുക്കും. ഈസി ഒന്നുമില്ല. ഡയറക്റ്റ്ലി ഇവിടുത്തെ ഫോൾ താഴേക്ക് വരാമെന്നൊന്നുമില്ല. ഇത് നമ്മൾ ഇത് ബ്രേക്ക് ഡൗൺ ആയി യെസ് പൊസിഷൻ എടുത്തോ, ഇനി ഈ ലോ ബ്രേക്ക് ചെയ്യും, അങ്ങനെ ഒന്നും ചെയ്യില്ല അവർ. മൂവ്സ് കൗണ്ട് ചെയ്യും എപ്പോഴും. ഇത്ര മൂവ്സ് ചെയ്താണ് നടക്കുന്നത്. ഇത് 1 2 3 4 5 കണ്ട 5 മൂവ്സ് കംപ്ലീറ്റ് ആയി. ദാറ്റ് മീൻസ് 5 മൂവ്സ് കംപ്ലീറ്റ് ആയി, പിന്നെ 1 2 3 മൂവ്സിൽ മുകളിലേക്ക് തിരിച്ച് കൊണ്ടുപോകാൻ തുടങ്ങുവാണ്. അതാണ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്. ഓക്കെ, സോ 1 2 3 4 5. ഇത് വേറെ ഒരു സംഭവമാണ്. യെസ്, ഇതങ്ങനെയാണ് നടക്കുന്നത്. ഫ്ലാറ്റ് കറക്ഷൻ. ABC ഇതിനകത്ത് എനിക്ക് അത്രയും പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. എല്ലാം ഇൻഡെക്സസ് ഇത്തിരി സൈലൻ്റാണ്, വോളറ്റൈലൊന്നുമില്ല. ഇത്തിരി സമയം കൊടുക്കുക, 1 വീക്ക് സമയം കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഈസി ഒന്നും ഉണ്ടാവില്ല മൂവ്സ്. കാരണം ഇത് വന്ന സഡൻ മൂവാണ്. സ്റ്റോക്സ് പ്ലേ ചെയ്യുക, ഞാനത് തന്നെ പറയുള്ളൂ. അതിൽ എന്തെങ്കിലും കിട്ടും. ഓക്കെ, ഇതിനകത്തല്ലാണ്ട് ഒന്നും കിട്ടാൻ പോണില്ല ഇപ്പോൾ. സോ ഇത് ഡിലീറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇനി ഇത് ഇവിടെ നിന്ന് വരുന്ന മൂവ് 1 2 3യിലാണ്. 4 and 5 മുകളിൽ കിട്ടുന്നുണ്ടോ കേട്ടോ. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് ഓവറോൾ സൈഡ് വേസ്റ്റ് ബുള്ളിഷാണ്. ഇത് ഇത്ര പറയുള്ളൂ എനിക്ക്. ഓക്കെ, എല്ലാ ഇൻഡെക്സും നോക്കിയിട്ട് പ്ലേ ചെയ്യുക, ടൈം കൊടുക്കുക. പ്ലേ ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല, ഒരു 2-3 ദിവസം ഒന്നുമില്ല. മേ ബി ഈ വീക്ക് അങ്ങനെ തന്നെ പോകും. നെക്സ്റ്റ് വീക്ക് നമുക്ക് നോക്കാം. ഈ വീക്ക് ലാസ്റ്റിലാണോ എന്താണെന്ന് അറിയില്ല. ഞാൻ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എനിക്ക്
സോ ലേണിംഗ് വീഡിയോസ് ഫോക്കസ് ചെയ്യുക, കുറച്ചുകൂടി പഠിക്കുക. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ലേണിംഗ് വീഡിയോസ് മസ്റ്റായിട്ട് നമുക്ക് ഈ വീക്കെൻഡ് നമുക്ക് ലേണിംഗ് വീഡിയോസ് കാണാം. ഓക്കെ, സോ സീ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.